ഒഴുകുന്ന കരയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പെരുമ്പടയാർ എന്ന് പറഞ്ഞാൽ പടയാളികൾ ജീവിച്ചു വന്നൊരു നാട്. അതാണ് ചെറുവത്തൂർ. 1906 ഇന്ത്യൻ റെയിൽവേ വന്നപ്പോൾ ഇവിടെ വെള്ളം നിറക്കാൻ വേണ്ടി എല്ലാ വണ്ടികളിൽ നിന്നൊരു സ്റ്റേഷനാണ് ചെറുവത്തൂർ. തൊട്ടപ്പുറം മടിയൻ എന്ന് പറയുന്ന ഒരു സാധാരണ കർഷകന്റെ പേരിൽ അറിയപ്പെടുന്ന മടിക്കുന്നും അദ്ദേഹം നോക്കി നടത്തിയ മടിവയൽ, വീരന്മാർ താമസിക്കുന്ന വീരമലക്കുന്ന്, തൊട്ടപ്പുറത്ത് കുളവും കാടുമുള്ള കുളങ്ങാട്ട് മല, തൊട്ടിപ്പുറത്ത് ഒരു ദിവ്യന്റെ ശവകുടീരമുള്ള വേറൊരു കുന്ന്. ഇങ്ങനെ പോരാട്ട വീര്യത്തിൻ്റെ നാടാണിത്. ഭാഗ്യമുള്ളവരുടെ നാടാണ്. എത്രയോ ആളുകൾ എത്രയോ സമര പോരാട്ടങ്ങൾ നടത്തിയ ആളാണ്. ഇങ്ങനെ കൂടിയിരിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷവും ആശയങ്ങളും ഇതുപോലുള്ള കവിതകളൊക്കെ ഉണ്ടാവുന്നത്. വെട്ടത്തുനാടോ വേണോ വള്ളുവനാടോ വയനാടോ ഏതു നാടാണെന്നത് ഓർമ്മയില്ല, ഏറെ നാടായാലും വേണ്ടില്ല. ആ നല്ല നാട്ടിലൊരാറുണ്ട്, ആതിരക്കുളിരുള്ളൊരാറുണ്ട്, ആറിനടുത്തൊരു ആലുണ്ട്, ആലിന്റെ ചാരത്ത് 4 കെട്ടിൽ പൂവ് പോലുള്ളൊരു പെണ്ണുണ്ട്. ചീപോതിയെന്നോ ചിരുതയെന്നോ ചിന്നമ്മൂയെന്നോ ചീയയെന്നോ പെണ്ണിന്റെ പേരെന്തെന്ന് ഓർമ്മയില്ല, പേരെന്താണെങ്കിലും പെണ്ണു തന്നെ. ഒന്നിടെ അധികം ആളുകൾ ചൊല്ലാത്തൊരു കവിതയാണ്, നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് കവിതകളും പാട്ടുകളും സമര പോരാട്ടങ്ങളിലാണ് ഉയർന്നു വന്നത്. മനുഷ്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ജയിലിൽ കിടന്നപ്പോഴാണ് പുതിയ പുസ്തകങ്ങളും പുതിയ പോരാട്ട വീര്യങ്ങളും രചിക്കപ്പെട്ടത്. സമയം 5 മിനിറ്റേ ഉള്ളൂ, ഞാൻ മതിയാക്കുകയാണ്. അതുകൊണ്ട് ഇതുപോലുള്ള കൂടിയിരിപ്പിലാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഇവിടെയാണ് പുതിയ ആശയങ്ങളും പുതിയ കണ്ടുപിടുത്തങ്ങളും ഉണ്ടാകുന്നത്. ഈ വൈക്കം മുഹമ്മദ് ബഷീർ ഗാന്ധിയെ തൊട്ടപ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീവിത മാർഗം മാറിയത്. 9ാം വയസ്സിലാണെന്ന് നോക്കണം. നെഹ്റു ഏത് പ്രശ്നത്തിനും പരിഹാരം കാണും, എന്നാൽ ജിന്ന ഏത് പരിഹാരത്തിലും ചില പ്രശ്നങ്ങൾ കാണും. വാസ്തവത്തിൽ സൂചിപ്പിച്ചതുപോലെ ഞാൻ പറയുന്നത്, സ്വീപ്പാക്കാൻ തമാശയാക്കാൻ ആളുകളുണ്ടാവും. ഇങ്ങനെയും തമാശയും സ്വീപ്പാക്കലും കളിയാക്കലും ഒക്കെ കേട്ടുകൊണ്ടാണ് നമ്മളെ പിന്മുറക്കാർ പലതും നേടിയെടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതൊന്നും വലിയ വിഷയമാക്കി എടുക്കുന്നു. 1953 ഗവർണർ മറ്റുള്ളവരുടെ കേട്ടുകൊണ്ടു കലായി കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ ലോകപ്രശസ്ത ശില്പി ജനിച്ച നാടായത്, ഉത്തമത്തിന്റെ നാടാണ്. വിദ്വാൻ പി കേളനായരുടെയും പി കുഞ്ഞിരാമൻ നായരുടെയും തട്ടകമാണിത്. ഇങ്ങനെ ഒരുപാട് പൂർവികന്മാരായ കലാകാരന്മാരും അതുപോലെയുള്ള ആളുകളും ജീവിച്ച് ചവിട്ടി മെതിച്ചു പോയൊരു മണ്ണാണ്. ഈ മണ്ണിൽ പോരാട്ട വീര്യം ഇല്ലെങ്കിലേ അത്ഭുതമുണ്ട്. ഞാൻ മതിയാക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ പോരാട്ടം തുടരുക. എൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇതിനുണ്ടാകും. ഇന്ന് നിരാഹാരം കിടന്ന എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരാണ് എല്ലാവരും. ഭാസ്കരേട്ടൻ, ബാലഭാസ്കരേട്ടൻ, ഉണ്ണികൃഷ്ണൻ മാഷ്, അതുപോലെ തന്നെ രാജേട്ടൻ, കരുണാകരേട്ടൻ, മുമ്പിലിരിക്കുന്ന എല്ലാവരും, ജയറാമേട്ടൻ, അതുപോലെ നമ്മുടെ സീനറ്റിൻ്റെ ബാലകൃഷ്ണേട്ടൻ, പിന്നെ നമ്മുടെ സുഹൃത്തുക്കളായ മണി, ഇങ്ങനെ ഒരുപാട് ആളുകളുള്ള ഈ വേദിയിൽ ഇങ്ങനെയൊന്ന് സംസാരിക്കാനും നിങ്ങളെ ഇതുപോലെയൊന്ന് സംസാരിക്കാനുള്ള അവസരം കിട്ടിയത് എൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് മതിയാക്കുകയാണ്. ഇനി അടുത്ത്